ഇവിടെ ഇപ്പോൾ റോഡിൽ ഒരു സംഘർഷ സാഹചര്യമുള്ളത്. അതിൽ ഈ റോഡിൽ CPM പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത് പോലെ തന്നെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ഈ CPM പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് കൂട്ടുനിൽക്കുന്നു. ID കാർഡുകൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും BJP പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ BJP പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട്. അവരുടെ ആരോപണങ്ങളും അത് ഇത്തരത്തിലുള്ള ഒരു ആരോപണം. ചേച്ചി എന്താ? എന്റെ മാന അവരെ അടിച്ചിരിക്കണേ, എന്റെ മാന അടിച്ചിരിക്കണേ. ഞങ്ങളിവിടെ രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് കള്ളവോട്ട് തടഞ്ഞതിനാണ് ഞങ്ങളെ ഈ പേടവിട്ടുള്ളത്. ഞങ്ങൾ ഇനി ആര് കള്ളവോട്ട് ചെയ്തു? അതായത് ഇവിടെ 8364 പഞ്ചൂര് വാർഡിൽ 6 ബൂത്തുണ്ട്. അതിൽ 8365 വോട്ടർമാരുണ്ട്. അതിനകത്ത് ഒരു ബൂത്തിലും സെന്റേഴ്സ് ഇല്ല. അതായത് ഇപ്പൊ വന്ന് എന്റെ മകനടിച്ച ഇവരാരും ഒരു ബൂത്തിലും ഇല്ല. അതെ, BJP പ്രവർത്തകനാണ്, BJPയുടെ ചുമതലയാണ് ഇത്. കള്ളവോട്ട് ഒരു ബൂത്തിലും സെന്റേഴ്സ് ഇല്ല, ഒരു ബൂത്തിലും ഇല്ല. മാമിനെ പരിശോധിക്കാം, ഒരു ബൂത്തിന് പോലും ഇല്ല. 6 ബൂത്തും പരിശോധിക്കാം, ഒരു ബൂത്തിലും ഇല്ല. അവര് വോട്ട് ചെയ്തു. അവര് എങ്ങനെയോ, അതായത് ജനാധിപത്യപരമായിട്ടല്ല അവർ വോട്ട് ചെയ്യുന്നത്. ഇവർ ജനാധിപത്യപരമായിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ നമ്മളെ ജയൻചേട്ടൻ പറഞ്ഞിട്ട് പോയത്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ട് പോയത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പൊ പഞ്ചൂർ ഏരിയ പ്രസിഡന്റ് മനസ്സിലായിട്ട് ഈ പയ്യനെ അടിച്ചു. അദ്ദേഹത്തിന്റെ മകനാണ്, അടിച്ചു. അവരുടെ മകനാണ് അടിച്ചു. ഇത് ചേച്ചി 100 മീറ്റർ പരിധി എന്നാണ് പറഞ്ഞത്. ഇത് 10 മീറ്റർ വല്ലല്ലോ ബൂത്ത് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അത് ചോദിച്ചതിനാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഞാൻ ഇല്ല ഞാൻ മകനാണ് ഏരിയ പ്രസിഡന്റ് മകനാണ്. അനുജ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വഞ്ചൂർ വാർഡ് ബൂത്ത് 2 മുന്നിൽ റോഡിൽ സംഘർഷത്തിലേക്ക് പോകുന്നു. റോഡിലാണ് ഇപ്പോൾ CPM പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും ഒരു വാക്ക് തർക്കത്തിലേക്ക് പോയിട്ടുള്ളത്. അതിലിപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ BJPക്കാർ ആരോപിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ബൂത്തിൽ വന്ന് കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ ഒട്ടനവധി ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ വന്ന് വോട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ BJP ആരോപിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ വോട്ടില്ല, ഒരു ട്രാൻസ്ജെൻഡറും ഇവിടെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. CPMക്കാർ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ രംഗത്തിറക്കി ഒരു കള്ളവോട്ടിന് ശ്രമിച്ചു, അവർ കള്ളവോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. അത് കരമന ജയനും അല്പസമയം മുന്നേ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. 200-ലധികം കള്ളവോട്ടുകളുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നുള്ളത്. അത് കൂടുതൽ വൈകാരികമായി ഇപ്പോൾ അത് ചോദ്യം ചെയ്തതിന് BJP പ്രവർത്തകന്റെ മകനെ ആക്രമിച്ചു CPM പ്രവർത്തകർ അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ആരോപണം അത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ ഒരു സംഘർഷ സാഹചര്യം അത് തണുപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ തരത്തിൽ ഗതാഗത തടസ്സമടക്കമുണ്ട്. അങ്ങനെ വഞ്ചൂരിൽ പ്രശ്നമുണ്ടാക്കും. പെണ്ണുങ്ങളെ അടിക്കാൻ കയറിയവന്മാര് BJP പ്രവർത്തകരാണ്. ഹരിപ്രസാദ്, മറ്റേ ഷാഹുല്, CPM പ്രവർത്തകര് എല്ലാം ബൂത്തിനകത്ത് ഇറങ്ങി. എല്ലാരും ബൂത്തിൽ ചട്ട കെട്ടി വെച്ചിരുന്നു. എല്ലാം കള്ളവോട്ടിടാൻ വന്നവരെ തടഞ്ഞതാണ്. അതുകൊണ്ട് ഇനി ഇവിടെ ഇത് പറ്റൂല. അനുജ, അങ്ങനെ തന്നെയാണ്. കൂടുതൽ സംഘർഷ സാഹചര്യം ഇവിടെ വഞ്ചൂർ ബൂത്ത് നമ്പർ 2 ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവർ പറയുന്നത് കള്ളവോട്ട്, അത് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു കള്ളവോട്ടുണ്ടായി, ബൂത്ത് നമ്പർ 2 കള്ളവോട്ടുണ്ടായി, അത് റീപോളിംഗ് വേണമെന്നടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ BJP പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാഹചര്യമാണ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നത്. അതിൽ ഈ റീപോളിംഗ് വേണം. ഇവിടെ ഇത്രയും സമയം നടന്ന ഈ 3 മണി വരെ നടന്ന പോളിംഗ് അത് നിർത്തിവെക്കണം, അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യണം, വീണ്ടും പോളിംഗ് വേണമെന്നുള്ളതാണ് ഇവിടെ BJP പ്രവർത്തകർ ആരോപിക്കുന്നത്. അല്ലെങ്കിൽ ഈ റോഡിൽ നിന്ന് മാറില്ല. ഇവിടെ ഇപ്പോൾ റോഡ് തടഞ്ഞുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ആ റോഡ് തടഞ്ഞ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്. CPM ഈ ബൂത്ത് അടക്കി പിടിച്ചിരിക്കുകയാണ്. അവർ BJP പോളിംഗ് ഏജന്റുമാരെയോ അല്ലെങ്കിൽ ബൂത്തിലുള്ള BJP പ്രവർത്തകരെയോ ഈ പോളിംഗ് ചലഞ്ച് ചെയ്യുന്നതിനടക്കം അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു പോലീസ് ഇടപെട്ട് ആ ഒരു സംഘർഷ സാഹചര്യം ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമം, BJP പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ
പക്ഷെ നേരത്തെ തന്നെ കരമന ജയൻ BJP സിറ്റി ജില്ലാ അധ്യക്ഷനടക്കം ആരോപിച്ചത് ഈ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും CPM-ന് അനുകൂലമായി നിൽക്കുന്നു, അവർ ID കാർഡുകൾ പരിശോധിക്കുന്നില്ല, 250-ലധികം കള്ളവോട്ട് ഇവിടെ നടന്നു എന്നുള്ളതാണ് BJP-യുടെ ആരോപണം. പക്ഷെ അത് നേരത്തെ തന്നെ ഇവിടെ വഞ്ചൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള വഞ്ചൂർ P. ബാബു ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. CPM അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് CPM പറയുന്നത്. പക്ഷെ BJP അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ തവണ 256 വോട്ടിനാണ് BJP ഇവിടെ തോൽക്കുന്നത്. അതിനുകൊണ്ട് അതല്ലെങ്കിൽ പരാജയ ഭീതി കൊണ്ട് CPM ഇത്തരത്തിൽ കള്ളവോട്ടിനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അനുജ, അതാണ് വഞ്ചിയൂർ വാർഡ് 2-ലാണ് ഇപ്പോൾ ഒരു സംഘർഷമുണ്ടായത്. CPIM BJP പ്രവർത്തകർ നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ കള്ളവോട്ട് ആരോപണമാണ് BJP ഉയർത്തിയിട്ടുള്ളത്. കരമന ജയൻ നേരത്തെ വിശദമായി തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.